പ്രീതി മൈനർ ഫോൾസ്ലി ഏജ് റെപ്രസെൻ്റ് ചെയ്തു, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു, ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ ഭയങ്കര പോപ്പുലർ ക്വസ്റ്റ്യൻ ആണ്, എവർഗ്രീൻ ക്വസ്റ്റ്യൻ. അപ്പോൾ മിസ്റ്റർ എമ്മിൻ്റെ അടുത്ത് പ്രീതി ഞാൻ മേജർ ആണെന്ന് ഫോൾസ്ലി ഏജ് റെപ്രസെൻ്റ് ചെയ്തിട്ട് ലാപ്ടോപ്പ് വാങ്ങാൻ പോയി. എന്നിട്ട് ക്രെഡിറ്റിനാണ് വാങ്ങുന്നത്, 60,000 രൂപേൻ്റെ ലാപ്ടോപ്പ് വാങ്ങുന്നത് 1 August 2022. She promised to pay back the outstanding amount with interest at 16% by 31st July 2023. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ പൈസ ഫുള്ള് തിരിച്ചടക്കാം, 16% ഇൻട്രസ്റ്റ് തിരിച്ചടക്കാം. നല്ല അടിപൊളി ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഷീ ടോൾഡ് ഹിം ദാറ്റ് ഇൻ കേസ് ഇഫ് ഷീ വോണ്ട് ബി ഏബിൾ ടു പേ ദി ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ഹർ ഫാദർ മിസ്റ്റർ രാം വിൽ പേ ബാക്ക്. പ്രീതി കടക്കാരനോട് പറയണം, അങ്കിൾ നിങ്ങളൊന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ തന്നില്ലെങ്കിൽ പപ്പ പൈസ തരും, പപ്പ റിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തരാം, അടുത്ത കൊല്ലം തരാം, 16% ഇൻട്രസ്റ്റും തരാം, ഇനി ഞാൻ തന്നില്ലെങ്കിൽ പപ്പ പൈസ തരും. കിട്ടൂടാ പൈസ? കിട്ടൂല. മൈനർ ഏജ് ഫോൾസ്ലി റെപ്രസെന്റ് ചെയ്തു. മറ്റേ വാട്ട് വാസ് ഇറ്റ്, ഏജ് മൈനർ ക്യാൻ ഓൾവേസ് പ്ലീഡ് മൈനോറിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഈവൻ ഇഫ് നിങ്ങൾ ഏജ് ഒക്കെ ഫോൾസ്ലി റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഫ്യൂച്ചറിൽ എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ മൈനർ ആണെന്ന് പറഞ്ഞാൽ മതി, ഇതൊന്നും ബാധകാവില്ല. റൂൾ ഓഫ് എസ്റ്റോപ്പിൽ ഡസ് നോട്ട് അപ്ലൈ ടു മൈനർ. റോങ് ഇൻഫർമേഷൻ കൊടുത്തു, ഞാൻ മേജർ ആണെന്ന് ഫോൾസ്ലി റെപ്രസെന്റ് ചെയ്തു, അതൊന്നും മൈനർ ഒരു പ്രാവശ്യം ഇതിങ്ങനെ പറഞ്ഞതല്ലേ, അപ്പം ഇനി നിങ്ങൾ ലാബിൾ ആവണം, ഇല്ല, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഈ കേസിൽ കിട്ടൂല. പപ്പ ലാബിളാവോ, നിങ്ങൾക്ക് ഗാർഡിയനെ ലാബിളാക്കാൻ പറ്റൂല. ഒരു അതോറിറ്റി നിങ്ങൾക്ക് ഗാർഡിയൻ്റെ അടുത്ത് കിട്ടാത്തോടത്തോളം കാലം ഗാർഡിയനെ ലാബിളാക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പപ്പ ആരാ പ്രീതിനോട് പറയണം, മോളേജ് പോയി ലാപ്ടോപ്പ് വാങ്ങിക്കാൻ ഞാൻ തരാം. ഏതൊരു അതോറിറ്റി എക്സ്പ്രസ് ആയിട്ട് അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ട് ഏതെങ്കിലും ഒരു മെത്തേഡിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം, ഓർ ഇൻ സിമ്പിൾ വേർഡ്സ്, ഈ മൈനർ പപ്പയുടെ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാത്തോടത്തോളം കാലം ഫാദർ ലയബിൾ ആവില്ല. ഈവൻ ഫോർ നെസസറീസിന് വരെ ലയബിൾ ആവില്ല. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, അതുകൊണ്ട് ഞാനത് ഇവിടെ മെൻഷൻ ചെയ്യണം. നെസസറീസിന് വരെ, നോർമലി നെസസറി സപ്ലൈ ടു മൈനർ എസ്റ്റേറ്റ് നിന്ന് റിക്കവറി, അത് വേറെ കോൺസെപ്റ്റ്. ഇവിടെ പപ്പ ഉണ്ട്, എന്നിട്ട് മൈനർ പപ്പൻ്റെ അതോറിറ്റി ഇല്ലാതെ നെസസറി വാങ്ങിയാൽ പോലും പപ്പ ലയബിൾ ആവില്ല. ഓക്കെ. After 1 year, when Preeti was asked to pay the outstanding amount with interest, she refused to pay the amount and told the owner that she is a minor. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു പൈസ പോലും എൻ്റെ അടുത്ത് കിട്ടില്ല, സിംഗിൾ പെന്നി എൻ്റെ അടുത്ത് കിട്ടില്ല, ഞാൻ മൈനറാണ്. She will be major on 1st January 2025 and only after that the agreement can be ratified. നോക്കി നിങ്ങൾ, പ്രീതി ഇത്രയും അങ്കിളിനെ പറ്റിച്ച് പറഞ്ഞിട്ട് ഇപ്പോൾ പറയാണ്, പൈസ വെച്ച് പറയാണ്, ഒരു പൈസ പോലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കിട്ടൂല, ഞാൻ മൈനറാണ്. ഞാൻ ഷാനുൽ ഉസ്മാൻ സാറാ സ്റ്റുഡൻ്റ് ആണ്, എന്നെ ക്ലിയർലി പഠിപ്പിച്ചു തന്നിരുന്നു എങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കാന്നുണ്ട്. അല്ല, അങ്ങനല്ല, ഐ മീൻ മൈനറിനെ വോയിഡ് അബ് ഇനിഷ്യൂ ആണ്, കോൺട്രാക്ട് ലയബിൾ ആക്കാൻ പറ്റില്ല എന്നുള്ളത് സാറ് പഠിപ്പിച്ചിരുന്നു. ഇത് ഞാൻ പഠിപ്പിച്ചു കൊടുത്തതല്ല കേട്ടോ, എന്ത് വീണ്ടും പറ്റിക്കാൻ. ഇത് ഷീ വിൽ ബിക്കം മേജർ ഓൺ 1st January only after that the agreement can be ratified. ഇത് പറ്റൂടാ, മൈനസ് agreement cannot be ratified. Explain by which of the following ways Mr. M will succeed on recovering the outstanding amount. ഏതൊക്കെ മെത്തേഡിൽ റിക്കവർ ചെയ്യാൻ പറ്റും? ഒരു മെത്തേഡും ഇല്ല, ഞങ്ങളെ പൈസ പോയി. By filing a case against Preeti, a minor, for recovering outstanding amount with interest. കിട്ടൂല. void ab initio, അത് നമ്മൾ എഴുതേണ്ട കീവേഡ്, void ab initio. Filing a case against Mr. Ram, father, കിട്ടൂല. നമ്മൾ അതിൻ്റെ പ്രൊവിഷൻസ് ഒക്കെ നമ്മളിവിടെ എഴുതിയിരുന്നു. അതോറിറ്റി ഇല്ലാത്തടത്തോളം കാലം നെസസറീസിന് പോലും ഗാർഡിയൻ അല്ലെങ്കിൽ പാരന്റ് ലയബിൾ ആവില്ല. ഫൈലിംഗ് കേസ് അഗേൻസ്റ്റ് പ്രീതി മൈനർ ഫോർ റിക്കവർ ഔട്ട്സ്റ്റാൻഡിംഗ് അമൗണ്ട് ആഫ്റ്റർ ഷീ അറ്റൈൻസ് മെജോറിറ്റി, അതും കിട്ടൂല. മൈനസ് അഗ്രിമെന്റ് കനോട്ട് ബി റാറ്റിഫൈഡ്. ചുരുക്കി പറഞ്ഞാൽ പൈസ പോയി. മൈനർ ഇസ് നോട്ട് കോമ്പറ്റന്റ്, അപ്പോൾ void from the very beginning. അതിനാണ് നമ്മൾ ലാറ്റിൻ്റെ പറഞ്ഞത് void ab initio. അപ്പോൾ എം വിൽ നോട്ട് സക്സീഡ് റിക്കവറിങ് ഔട്ട്സ്റ്റാൻഡിംഗ് അമൗണ്ട്, മൈനർ ആയി നിൽക്കുമ്പോൾ കിട്ടൂല. കനോട്ട് ബൈൻഡ് പാരന്റ് ഓർ ഗാർഡിയൻ, മൈനർ കനോട്ട് ബൈൻഡ്. അപ്പോൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് അതോറിറ്റി ഇല്ലാത്തടത്തോളം കാലം, അതോറിറ്റി എങ്ങനെ എക്സ്പ്രസ് ആയിട്ട് അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ട്, ഒന്നെങ്കിൽ ഫാദർ റിട്ടൺ ആയിട്ട് അല്ലെങ്കിൽ സ്പോക്കൺ ആയിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ എന്താണ് ഫാദർ ആക്ഷൻസിലൂടെ അല്ലെങ്കിൽ വാങ്ങും എന്ന് അറിഞ്ഞിട്ടും ഫാദർ മോളെ തടഞ്ഞില്ല, പെർമിറ്റ് ചെയ്യുന്ന രീതിയിലാക്കി, നീ വാങ്ങിക്കോ ഞാൻ തരാമെന്നുള്ള രീതിയിൽ ഇംപ്ലൈഡ് ആയിട്ട് കൊടുത്താലും ആ കേസസിലൊക്കെ ഓക്കെ ലയബിൾ ആവും. അതൊന്നും ഇല്ലാത്തടത്തോളം കാലം ഫാദർ ലയബിൾ ആവില്ല. എ മൈനർ ഇസ് നോട്ട് കേപ്പബിൾ ഓഫ് ബൈൻഡിങ് ദ പാരന്റ് ഓർ ഗാർഡിയൻ ഈവൻ ഫോർ നെസസറീസ് മൈനർ വാങ്ങിയാൽ പോലും പാരന്റ് ലയബിൾ ആവില്ല. പാരന്റ്സ് വിൽ ബി ഹെൽഡ് ലയബിൾ ഓൺലി വെൻ ദ ചൈൽഡ് ഇസ് ആക്ടിങ് ആസ് ഏജന്റ് ഫോർ പാരന്റ്സ്. അപ്പോൾ ഈ കേസിൽ സെല്ലർ വിൽ നോട്ട് സക്സീഡ്, ഈ കേസിൽ ഫാദറിൻ്റെ അടുത്തും കിട്ടൂല. ഇനി നോ റാറ്റിഫിക്കേഷൻ ആഫ്റ്റർ അറ്റൈനിങ് മെജോറിറ്റി, മേജർ ആയി കഴിഞ്ഞാൽ റാറ്റിഫിക്കേഷൻ പോസിബിൾ അല്ല. വാട്ട് ഈസ് റാറ്റിഫിക്കേഷൻ? സബ്സിക്വന്റ് അപ്രൂവൽ. മൈനറായ സമയത്ത് ഒരുപാട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു, മേജറായി കഴിഞ്ഞിട്ട് പറയാൻ ഞാനതൊക്കെ അപ്രൂവ് ചെയ്യണം, ഇല്ല, ആ കോൺസെപ്റ്റ് പോസിബിൾ അല്ല. മൈനറായ സമയത്ത് എൻ്റർ ചെയ്ത കോൺട്രാക്ട് വോയിഡ് അബ് ഇനിഷ്യൂ ആണ്. ഒരു വോയിഡ് ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് ഒരിക്കലും ഇനി വീണ്ടും വാലിഡ് ആക്കാനും പറ്റൂല. ഹെൻസ് ഇൻ ദിസ് കേസ് സെല്ലർ വിൽ നോട്ട് സക്സീഡ് ഇൻ റിക്കവറിംഗ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് അമൗണ്ട് ആഫ്റ്റർ ഷീ അറ്റൈൻസ് മെജോറിറ്റി. സോ ദാറ്റ് വാസ് അബൌട്ട് മൈനർ. അങ്ങനത്തെ മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സാമിൽ മൾട്ടിപ്പിൾ ടൈംസ് വന്നിട്ടുണ്ട്.